ചില കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണെന്നും എന്നാൽ മറ്റു ചില കാര്യങ്ങൾ എത്ര ശ്രമിച്ചാലും തലയിൽ കേറില്ലെന്നും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും നമ്മളിൽ പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാകും. അതെ. അതുപോലെ കുട്ടിക്കാലത്ത് നമ്മൾ എഴുതിയ പരീക്ഷകൾ ശരിക്കും നമ്മുടെ യഥാർത്ഥ കഴിവളക്കാൻ പര്യാപ്തമായിരുന്നോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയുള്ള നമ്മുടെ ഇന്നത്തെ ഈ വിശദമായ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യന്റെ പഠന പ്രക്രിയയുടെ അടിസ്ഥാനത്തെക്കുറിച്ചാണ്. അതായത് പഠനത്തിന്റെ വാസ്തുവിദ്യ അഥവാ ആർക്കിടെക്ചർ ഓഫ് ലേണിംഗ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെയും ആധുനിക അധ്യാപന രീതികളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ചില രേഖകളും സിദ്ധാന്തങ്ങളുമാണ് ഇന്ന് നമ്മുടെ സ്രോതസ്സുകൾ. അതെ, ഒരു മനുഷ്യൻ എങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്, നമ്മുടെ ബുദ്ധിശക്തിയെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അളക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. പഴയകാലത്തെ ആ യാന്ത്രിക വിദ്യാഭ്യാസ രീതികളിൽ നിന്നും നമ്മൾ എങ്ങനെ മാറണം എന്നതിൻ്റെ ഒരു വലിയ ചിത്രം ഇതിൽ നിന്ന് ലഭിക്കും. ശരിക്കും പറഞ്ഞാൽ പഠനമെന്നത് വെറുതെ അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ കേട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന ഒന്നല്ലല്ലോ. അല്ല, അതൊരു വലിയ നിർമ്മിതിയാണ്. ജീവശാസ്ത്രം, ചുറ്റുപാട്, മനഃശാസ്ത്രം എന്നിങ്ങനെ പല കാര്യങ്ങളും ഒത്തുചേരുമ്പോഴാണ് യഥാർത്ഥത്തിലൊരു പഠിതാവ് രൂപപ്പെടുന്നത്. ഈ രേഖകളിലെ ആദ്യത്തെ ഭാഗം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ പഠിതാവിലാണ്, അതായത് ലേണർ. ഒരു വിദ്യാർത്ഥി എങ്ങനെ രൂപപ്പെടുന്നു എന്നതിന് വളരെ കൗതുകകരമായ ഒരു അടിസ്ഥാന സമവാക്യം അഥവാ ഫൗണ്ടേഷണൽ ഇക്വേഷൻ ഇതിൽ പറയുന്നുണ്ട്. പാരമ്പര്യവും ചുറ്റുപാടും തമ്മിലുള്ള ബന്ധം. അതെ, പാരമ്പര്യം അതായത് ഹെറിഡിറ്റി, പിന്നെ ചുറ്റുപാട് അതായത് എൻവയോൺമെന്റ്. ഇവ രണ്ടും തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെയാണ് ഒരു മനുഷ്യന്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്നാണിതിൽ കാണുന്നത്. പക്ഷേ എനിക്കൊരു സംശയം തോന്നി. ഈ ആശയവിനിമയത്തെ സങ്കീർണമായ അഥവാ നോൺ ലീനിയർ എന്നാണിതിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് 50% പാരമ്പര്യം, 50% ചുറ്റുപാട് എന്ന് നമുക്കിതിനെ ഭാഗിക്കാൻ കഴിയില്ലേ? ഇല്ല, അതൊരിക്കലും അങ്ങനെ കൃത്യമായി വിഭജിക്കാൻ കഴിയില്ല. നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ പാരമ്പര്യവും ചുറ്റുപാടും തമ്മിലുള്ള ബന്ധം പ്രവചനാതീതമാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് പാരമ്പര്യമായി വലിയ സംഗീതവാസന ലഭിച്ചിട്ടുണ്ടാകാം. കുടുംബത്തിൽ വലിയ പാട്ടുകാരുണ്ടാവാം. അതെ. എന്നാൽ ആ വ്യക്തി ജനിച്ചു വളരുന്ന ചുറ്റുപാടിൽ സംഗീതം കേൾക്കാനോ പരിശീലിക്കാനോ യാതൊരു സാഹചര്യവുമില്ലെങ്കിൽ ആ ജനിതകപരമായ കഴിവ് ഒരിക്കലും പുറത്തുവരില്ല. ഓഹോ, അത് ശരിയാണ്. ഇനി മറുവശത്ത് ചിന്തിച്ചു നോക്കൂ. സംഗീത പശ്ചാത്തലമൊന്നുമില്ലാത്ത കുടുംബത്തിൽ ജനിച്ച ഒരാൾ സംഗീതത്തിന് ഭയങ്കര പ്രാധാന്യം നൽകുന്ന ഒരു ചുറ്റുപാടിൽ വളർന്നാൽ ചിലപ്പോൾ അദ്ദേഹം വലിയ ഗായകനായി മാറിയേക്കാം. അതാണ്, ഒരേ ജനിതക ഘടനയുള്ള ഇരട്ടകളെ 2 വ്യത്യസ്ത ചുറ്റുപാടുകളിൽ വളർത്തിയാൽ അവർ തികച്ചും വ്യത്യസ്തരായി മാറും, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണ് സംഭവം. അതുകൊണ്ടാണ് ഈ പ്രതിപ്രവർത്തനത്തെ സങ്കീർണമാണെന്ന് ശാസ്ത്രം പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളെക്കുറിച്ചാണ് കേട്ടോ. അതെങ്ങനെയാണ്? അതായത്, ഇതൊരു ഉദാഹരണമായി പറയാമെങ്കിൽ, ഇതിൽ പറയുന്ന പാരമ്പര്യം അഥവാ ഹെറിഡിറ്റി എന്നത് നമ്മുടെ ഫോണിന്റെ ഹാർഡ്വെയർ പോലെയാണ്, പ്രോസസ്സറും റാമുമൊക്കെ. ഓക്കെ. എന്നാൽ ഈ പറയുന്ന ചുറ്റുപാട് അഥവാ എൻവയോൺമെന്റ് എന്നത് ആ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പോലെയാണ്. ഏറ്റവും മികച്ച പ്രോസസ്സറുള്ള ഫോൺ വാങ്ങിയാലും നല്ല ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ ആ ഫോൺ വെറുതെയാവും. ശരിയാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്താലും ഫോണിന്റെ ഹാർഡ്വെയർ വളരെ മോശമാണെങ്കിൽ അത് പെട്ടെന്ന് ഹാങ് ആയി പോകും. ഇവ രണ്ടും ഒത്തുചേരുമ്പോഴാണ് ഫോൺ നന്നായി പ്രവർത്തിക്കുന്നത്. വളരെ കൃത്യമായൊരു ഉപമയാണിത്. ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മനുഷ്യന്റെ വികസനത്തിന്റെ ദിശ എപ്പോഴും ഒരു പ്രത്യേക രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് ഈ രേഖകൾ പറയുന്നുണ്ട്. വികസനം എപ്പോഴും പൊതുവായ കാര്യങ്ങളിൽ നിന്ന്, അതായത് ജനറൽ കാര്യങ്ങളിൽ നിന്ന് കൃത്യമായ കാര്യങ്ങളിലേക്ക് അഥവാ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും പുരോഗമിക്കുന്നത്. അതൊന്ന് വിശദീകരിക്കാമോ? എന്താണ് ഈ ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കൂ, ഒരു ചെറിയ കുട്ടി ആദ്യമായി ഒരു സാധനം പിടിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൈകൾ മുഴുവൻ ഉപയോഗിച്ചിട്ടായിരിക്കും. അതെ. മേശപ്പുറത്തിരിക്കുന്ന ഒരു കളിപ്പാട്ടമെടുക്കാൻ കുട്ടി അവളുടെ കൈകളും തോളും ശരീരവും മുഴുവനായി ഉപയോഗിച്ചാണ് ശ്രമിക്കുക. അതൊരു പൊതുവായ അഥവാ ജനറലായ ചലനമാണ്. മനസ്സിലായി. എന്നാൽ അതേ കുട്ടി കുറച്ചുകൂടി വലുതാവുമ്പോൾ
വെറും 2 വിരലുകൾ മാത്രം ഉപയോഗിച്ച് കൃത്യമായി ആ കളിപ്പാട്ടമെടുക്കാൻ അവൾക്ക് സാധിക്കുന്നു. ഇത് സ്പെസിഫിക് ആയ വികസനമാണ്. ഓഹോ, അപ്പോ ശരീരത്തിന്റെ കാര്യത്തിലും മാത്രമല്ല, ബുദ്ധിയുടെ കാര്യത്തിലും വികാരങ്ങളുടെ കാര്യത്തിലുമൊക്കെ ഇതിങ്ങനെ തന്നെയാണല്ലേ? അതെ, എല്ലാത്തിലും ഈ ഒരു വികസന രീതി കാണാൻ കഴിയും. വളരെ രസകരമാണത്. ഇനി ഇതിൽ തന്നെയുള്ള മറ്റൊരു കാര്യം, ഒരു വിദ്യാർത്ഥിയുടെ മനോഭാവം അഥവാ ആറ്റിറ്റ്യൂഡ് രൂപപ്പെടുന്നതിനെക്കുറിച്ചാണ്. ഒരു കുട്ടിക്ക് ഒരു വിഷയത്തോട് എന്ത് മനോഭാവമാണ് ഉള്ളത് എന്നത് 3 കാര്യങ്ങൾ ചേർന്ന ഒന്നാണെന്ന് രേഖകൾ പറയുന്നു. ആറ്റിറ്റ്യൂഡ് ട്രയാഡ്. അതെ, മനോഭാവത്രയം: വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി, പെരുമാറ്റം അഥവാ ബിഹേവിയർ, പിന്നെ പഠനം അഥവാ ലേണിംഗ്. ഇതിൽ പഠനം എന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ വ്യക്തിത്വവും പെരുമാറ്റവും എങ്ങനെയാണ് പഠനത്തിലെ മനോഭാവത്തെ സ്വാധീനിക്കുന്നത്? ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായ ഒരു ഘടനയാണ്. ഉദാഹരണത്തിന്, ഒരു വിദ്യാർത്ഥി പ്രകൃതിയാ തന്നെ വളരെ ശാന്തനായ, കാര്യങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമുള്ള ഒരാളാണെന്ന് കരുതുക. അതാണ് പേഴ്സണാലിറ്റി. ഓക്കെ. അങ്ങനെയെങ്കിൽ ആ കുട്ടി ക്ലാസ്സിൽ കാണിക്കുന്ന പെരുമാറ്റം അഥവാ ബിഹേവിയർ വളരെ നിശബ്ദമായി ശ്രദ്ധിച്ചിരിക്കുന്ന രീതിയിലായിരിക്കും. ഈ രണ്ടും കൂടിച്ചേരുമ്പോൾ ആ കുട്ടി ഗണിതമോ സയൻസോ പോലുള്ള വിഷയങ്ങൾ വേഗത്തിൽ പഠിച്ചെടുക്കുന്നു. അതാണ് ലേണിംഗ്. ഇത് 3ഉം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിലൊന്നു മാറിയാൽ കുട്ടിയുടെ മൊത്തത്തിലുള്ള മനോഭാവം മാറും. അപ്പോൾ നമ്മൾ ഈ പഠിതാവിനെക്കുറിച്ച് ഏകദേശം ഒരു രൂപമുണ്ടാക്കി. ഇനി നമുക്ക് പഠനത്തിൽ നിന്ന് ബുദ്ധിശക്തി അഥവാ ഇന്റലിജൻസിലേക്ക് വരാം. ബുദ്ധിശക്തിയെക്കുറിച്ചുള്ള നിർവചനങ്ങൾ കാലക്രമേണ എങ്ങനെ മാറിമറിഞ്ഞു എന്നത് ശരിക്കും അമ്പരപ്പിക്കുന്നൊരു ചരിത്രമാണ് കേട്ടോ. സത്യമാണ്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് ബുദ്ധിശക്തി എന്ന് പറഞ്ഞാൽ കണക്കിലെ മാർക്കോ അല്ലെങ്കിൽ ചരിത്രം മുഴുവൻ കാളാപാഠം പഠിക്കാനുള്ള ഓർമ്മശക്തിയോ ഒക്കെയാണെന്നാണ്. അതെ, അതുതന്നെയാണ് പണ്ടൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഈ സ്രോതസ്സുകൾ പറയുന്നത് ബുദ്ധിശക്തി എന്നത് സാങ്കേതികമായി പറഞ്ഞാൽ ഒരു പ്രവചന അളവുകോൽ അഥവാ പ്രിഡിക്റ്റീവ് മെട്രിക് മാത്രമാണ് എന്നാണ്. അതെ, ഇന്റലിജൻസ് ടെസ്റ്റുകളുടെ തുടക്കകാലത്ത് അതിന്റെ ലക്ഷ്യം തന്നെ അതായിരുന്നു. ഒരു വ്യക്തി ഭാവിയിൽ ഒരു പ്രത്യേക ജോലിയിൽ എത്രത്തോളം മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന് പ്രവചിക്കാനുള്ളൊരു ടൂൾ. ആൽഫ്രഡ് ബിനെറ്റ് എന്ന ഫ്രഞ്ച് മനഃശാസ്ത്രജ്ഞനാണ് ആദ്യത്തെ ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ടാക്കിയതല്ലേ? ക്യൂ, അതായത് ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന ആശയം കൊണ്ടുവന്നത്. പണ്ടൊക്കെ IQ 140-ൽ കൂടുതലുള്ളവരെ പ്രതിഭകളായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. എന്നാൽ വെറുമൊരു കടലാസിലെ ചോദ്യങ്ങൾക്കുത്തരം നൽകി നേടുന്ന സ്കോർ വെച്ച് ഒരാളുടെ ജീവിത വിജയം പ്രവചിക്കാൻ കഴിയില്ല എന്ന് പിന്നീട് ശാസ്ത്രം തിരിച്ചറിഞ്ഞു. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും മാറുന്നത്. ഇന്ന് യഥാർത്ഥ സർഗാത്മകത എന്നത് വെറും IQ അല്ല, മറിച്ച് ബഹുവിധ ചിന്താഗതി അഥവാ ഡൈവേർജന്റ് തിങ്കിംഗ് ആണെന്നാണ് ആധുനിക മനഃശാസ്ത്രം പറയുന്നത്. അതെ, ഡൈവേർജന്റ് തിങ്കിംഗ് എന്ന് വെച്ചാൽ ഒരു പ്രശ്നത്തിന് ഒരൊറ്റ ശരിയായ ഉത്തരം കണ്ടെത്തുന്നതിന് പകരം വ്യത്യസ്തമായ പല പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള കഴിവാണ്. അതായത് പല കോണുകളിൽ നിന്നുള്ള ചിന്ത. കൃത്യമായി പറഞ്ഞാൽ, ഒരു ഇഷ്ടിക കൊണ്ട് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ വീടുണ്ടാക്കാമെന്ന് മാത്രം പറയുന്നതിനേക്കാൾ അതൊരു പേപ്പർ വെയ്റ്റായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിലത്ത് വരയ്ക്കാൻ ഉപയോഗിക്കാമെന്നൊക്കെ ചിന്തിക്കുന്നതാണ് ഈ ബഹുവിധ ചിന്താഗതി. അത് നല്ലൊരു ഉദാഹരണമാണ്. ഇതിനോട് ചേർന്ന് വായിക്കേണ്ട ഒന്നാണ് ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. നമ്മൾ കാലങ്ങളായി വിശ്വസിച്ചു പോന്നത് ബുദ്ധി എന്നത് തലച്ചോറിലെ ഒരൊറ്റ കാര്യമാണെന്നാണ്. എന്നാൽ ഗാർഡനർ പറയുന്നത് ബുദ്ധി പല തരത്തിലുണ്ടെന്നാണ്. വളരെ ശരിയാണ്. ഗാർഡനറുടെ വാദപ്രകാരം ബുദ്ധി എന്നത് ഒറ്റ കൊമ്പനല്ല. ചിലർക്ക് മറ്റുള്ളവരുടെ മുഖഭാവങ്ങളും മാനസികാവസ്ഥയും വേഗത്തിൽ മനസ്സിലാക്കാനുള്ള ഇന്റർപേഴ്സണൽ ബുദ്ധിയുണ്ടാകാം. അതായത് മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള കഴിവ്. അതെ, ഒരു നല്ല സൈക്കോതെറാപ്പിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനോ വേണ്ട പ്രധാന കഴിവിതാണ്. ഇനി മറ്റു ചിലർക്ക് പ്രകൃതിയെ നിരീക്ഷിക്കാനും മൃഗങ്ങളെയും ചെടികളെയും തരംതിരിക്കാനുമുള്ള നാച്ചുറലിസ്റ്റിക് ബുദ്ധിയുണ്ടാകാം. ഓഹോ. പിന്നെ കായിക താരങ്ങൾക്കും നർത്തകർക്കും വേണ്ടത് ബോഡിലി കിനസ്തെറ്റിക് എന്ന ബുദ്ധിശക്തിയാണ്. സ്വന്തം ശരീരത്തെ കൃത്യമായി നിയന്ത്രിക്കാനുള്ള അവരുടെ ആ കഴിവും ഒരു വലിയ ബുദ്ധിശക്തി തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഈ പഴയ വിദ്യാഭ്യാസ രീതികൾ എത്രത്തോളം അപൂർണമാണെന്ന് തോന്നിപ്പോകും. ഒരു മികച്ച നർത്തകിയെയും ഗണിതശാസ്ത്രത്തിനെയും ഒരേ സയൻസ് പരീക്ഷ നടത്തി അവരുടെ ബുദ്ധിശക്തി അളക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും വലിയ അബദ്ധമാണ്. തീർച്ചയായും. പക്ഷേ എനിക്കിവിടെ വലിയൊരു സംശയം തോന്നുന്നുണ്ട്. ഈ രേഖകളിൽ തന്നെ സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് തിയറിയെക്കുറിച്ചും പറയുന്നുണ്ട്.
അതിൽ ബുദ്ധിശക്തിക്ക് കമ്പോണൻഷ്യൽ, എക്സ്പീരിയൻഷ്യൽ, കോണ്ടെക്സ്ച്വൽ എന്നിങ്ങനെ 3 ഘടകങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ. ഇവ എന്താണെന്ന് വ്യക്തമാക്കുന്നതിനൊപ്പം എനിക്കറിയേണ്ട മറ്റൊരു കാര്യം, ഇതിൽ നിന്ന് ഈ സാമൂഹിക ഘടകത്തെ, അതായത് സോഷ്യൽ കമ്പോണന്റിനെ അദ്ദേഹം മനഃപൂർവ്വം ഒഴിവാക്കിയിരിക്കുന്നു എന്ന് ഞാൻ വായിച്ചു. അതെന്തുകൊണ്ടാണ്? ഗാർഡ്നർ ഇന്റർപേഴ്സണൽ ബുദ്ധി എന്ന് പറഞ്ഞ് അതിന് പ്രാധാന്യം നൽകിയപ്പോൾ സ്റ്റേൺബർഗ് പറയുന്നത് സാമൂഹിക കഴിവുകൾ ബുദ്ധിയുടെ ഭാഗമല്ലെന്നാണോ? വളരെ ആഴത്തിലുള്ളൊരു ചോദ്യമാണിത്. ഗാർഡ്നറും സ്റ്റേൺബർഗും ബുദ്ധിയെ കാണുന്നത് തികച്ചും വ്യത്യസ്തമായ കോണുകളിലൂടെയാണ്. സ്റ്റേൺബർഗിന്റെ ഈ 3 ഘടകങ്ങൾ എന്താണെന്ന് ആദ്യം പറയാം. കമ്പോണൻഷ്യൽ എന്നത് നമ്മുടെ ചിന്താശേഷിയാണ്, അതായത് ഒരു പ്രശ്നത്തെ വിശകലനം ചെയ്യാനുള്ള കഴിവ്. നമ്മൾ ഈ ബുക്ക് സ്മാർട്ട്സ് എന്ന് പറയുന്ന സാധനമല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതെ. രണ്ടാമത്തേത് എക്സ്പീരിയൻഷ്യലാണ്, അതായത് പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും സർഗാത്മകമായി ചിന്തിക്കാനുമുള്ള കഴിവ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തേതോ? മൂന്നാമത്തേതാണ് കോണ്ടെക്സ്ച്വൽ അഥവാ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രായോഗികമായി പ്രവർത്തിക്കാനുള്ള കഴിവ്. ഇതിലെ സ്ട്രീറ്റ് സ്മാർട്ട്സ് എന്ന് പറയാം. മനസ്സിലായി. അപ്പോൾ ഇതിലെ നമ്മൾ നേരത്തെ പറഞ്ഞ സാമൂഹിക ഇടപെടലുകൾ എവിടെയാണ് വരുന്നത്? അവിടെയാണ് സ്റ്റേൺബർഗിന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാകുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമ്മൾ സമൂഹത്തിൽ മറ്റുള്ളവരുമായി ഇടപഴകുന്നത് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ കൈകാര്യം ചെയ്യുന്നത് ഈ പറഞ്ഞ മൂന്നാമത്തെ ഘടകമായ കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസിന്റെ, അതായത് പ്രായോഗിക ബുദ്ധിയുടെ ഒരു ഉപവിഭാഗം മാത്രമാണ്. ഓഹോ, അതൊരു പ്രത്യേക ബുദ്ധിയായിട്ട് അദ്ദേഹം കാണുന്നില്ല. അതെ, അതൊരു അടിസ്ഥാനപരമായ പ്രത്യേക ബുദ്ധിയല്ല. അതുകൊണ്ടാണ് സാമൂഹിക ഘടകത്തെ അദ്ദേഹം എടുത്തു കാണിക്കാത്തത്. ഒരു പ്രശ്നം വരുമ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നതിന്റെ ഒരു ഭാഗം മാത്രമാണ് മറ്റുള്ളവരോട് ഇടപെടുന്നത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇപ്പോ കാര്യം വ്യക്തമായി. ബുദ്ധിശക്തി അളക്കുന്നതുപോലെ തന്നെ വ്യക്തിത്വത്തെ അളക്കാനുള്ള ബിഗ് 5 മേനങ്ങളെക്കുറിച്ചും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. ഓപ്പൺനെസ്, എക്സ്ട്രാവേർഷൻ, കൺസെൻഷ്യസ്നെസ് തുടങ്ങിയ കാര്യങ്ങൾ. ഇതൊന്ന് ലളിതമായി വിശദീകരിക്കാമോ? ഇതിൽ ഉൾപ്പെടാത്ത ചില കാര്യങ്ങളുമുണ്ട് എന്ന് കണ്ടു. ബിഗ് 5 എന്നത് മനുഷ്യന്റെ വ്യക്തിത്വത്തെ പ്രധാനമായും 5 വലിയ തലങ്ങളായി തിരിക്കുന്നതാണ്. 1 ഓപ്പൺനെസ്, അതായത് പുതിയ ആശയങ്ങളോടും അനുഭവങ്ങളോടും ഒരാൾക്ക് എത്രത്തോളം താൽപ്പര്യമുണ്ട് എന്നത്. ഓക്കെ. രണ്ടാമത്തേത് എക്സ്ട്രാവേർഷൻ, മറ്റുള്ളവരുമായി ഇടപഴകാനും സംസാരിക്കാനും എത്രത്തോളം ഊർജം കണ്ടെത്തുന്നു എന്നത്. മൂന്നാമത്തേത് കൺസെൻഷ്യസ്നെസ്, അതായത് ഉത്തരവാദിത്തബോധവും ചിട്ടയുമുള്ള പ്രകൃതം. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരാളുടെ മതപരമായ വിശ്വാസങ്ങൾ അഥവാ റിലീജിയസ്നെസ് ഒരിക്കലും ഈ ബിഗ് 5 മോഡലിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ്. ഓഹോ, അത് വ്യക്തിത്വത്തിന്റെ അളവുകോലായി എടുക്കാൻ പറ്റില്ല അല്ലേ? അതെ, അതുപോലെ തന്നെ മറ്റുള്ളവരെ പോലെ വസ്ത്രം ധരിച്ച് ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടാൻ ശ്രമിക്കുന്നതിനെ നമ്മൾ കൺഫോമിറ്റി എന്നാണ് വിളിക്കുന്നത്. അല്ലാതെ അതൊരാളുടെ യഥാർത്ഥ വ്യക്തിത്വമല്ല. അപ്പോൾ നമ്മൾ ബുദ്ധിശക്തിയും വ്യക്തിത്വവുമൊക്കെ എങ്ങനെയാണെന്ന് ഏകദേശം മനസ്സിലാക്കി. എന്നാൽ എന്റെ ചോദ്യം ഇതാണ്, എങ്ങനെയാണ് ഒരു കൊച്ചുകുട്ടി വളർന്നുവരുമ്പോൾ ഈ പറയുന്ന ബുദ്ധിവികാസം അവരുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്? വികസന മനഃശാസ്ത്രം അഥവാ ഡെവലപ്മെന്റൽ സൈക്കോളജി ഇക്കാര്യത്തിൽ എന്തു പറയുന്നു? ഈ സ്രോതസ്സുകളിൽ പ്രധാനമായും 3 അധികായന്മാരെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. കേട്ടോ, അതിൽ ആദ്യത്തെ ആൾ ജീൻ പിയാഷെയാണ്. അതെ, കുട്ടികൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പിയാഷെയുടെ സിദ്ധാന്തങ്ങൾ വളരെ പ്രധാനമാണ്. അദ്ദേഹം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വൈജ്ഞാനിക വികാസത്തിലാണ്, അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. എന്നുവെച്ചാൽ തലച്ചോറിന്റെ വളർച്ചയെ അടിസ്ഥാനമാക്കിയുള്ള മാറ്റങ്ങൾ. കൃത്യമായി പറഞ്ഞാൽ അതെ, ജീവശാസ്ത്രപരമായ വളർച്ചയ്ക്കനുസരിച്ച് കുട്ടികളുടെ ചിന്താശേഷി എങ്ങനെ മാറുന്നു എന്ന്. പിയാഷെയുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ ആദ്യത്തെ അടിസ്ഥാന ഘട്ടം സെൻസറി മോട്ടാർ ഘട്ടമാണ്, ജനനം മുതൽ 2 വയസ്സുവരെയുള്ള കാലം. ഈ സമയത്ത് കുട്ടി ലോകത്തെ മനസ്സിലാക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണല്ലേ? അതെ, കണ്ണിൽ കാണുന്നതെന്തും വായിൽ വെച്ച് രുചിച്ചു നോക്കുന്നതും സാധനങ്ങൾ താഴെയിട്ട് ശബ്ദം കേൾക്കുന്നതുമൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഈ ഘട്ടത്തിലെ വികാസത്തെക്കുറിച്ച് പറയുന്ന ചില നാഴികക്കല്ലുകൾ എന്നെ ശരിക്കും ചിന്തിപ്പിച്ചു കേട്ടോ. 24 മാസമാകുമ്പോഴാണ് കുട്ടികൾ വാക്കുകൾ ചേർത്ത് മുഴുവൻ വാചകങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. എന്നാൽ അതിലും വിചിത്രമായി എനിക്ക് തോന്നിയത് 30 മാസത്തിനുള്ളിൽ കുട്ടികളിലുണ്ടാകുന്ന ഒരു വലിയ മാറ്റമാണ്. സ്ട്രേഞ്ചർ ആൻസൈറ്റി. അതെ, അപരിചിതരെ കാണുമ്പോഴുള്ള ഉത്കണ്ഠ. ഇതിൽ നൽകിയിരിക്കുന്ന ഉദാഹരണം വളരെ വ്യക്തമാണ്.
അതായത് സ്വന്തം അമ്മയുടെ മടിയിലിരിക്കുന്ന കുട്ടി വളരെ നാളുകൾക്ക് ശേഷം വീട്ടിൽ വരുന്ന സ്വന്തം മുത്തശ്ശി വന്നെടുക്കുമ്പോൾ പെട്ടെന്ന് കരയാൻ തുടങ്ങുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് കുട്ടിയുടെ തലച്ചോറിന്റെ വികാസത്തിന്റെ ഒരു ലക്ഷണമാണ്. മുമ്പ് കുട്ടിക്കെല്ലാവരും ഒരുപോലെയായിരുന്നു. എന്നാൽ 30 മാസമൊക്കെ ആകുമ്പോഴേക്കും കുട്ടിയുടെ തലച്ചോറിന് തനിക്ക് പരിചയമുള്ള മുഖങ്ങളും ഇല്ലാത്ത മുഖങ്ങളും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള കഴിവ് ലഭിക്കുന്നു. ആ, അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ പലപ്പോഴും കുട്ടിക്ക് സ്നേഹമില്ല എന്നൊക്കെ കുറ്റപ്പെടുത്തുന്നത്, അല്ലേ? അതെ, നമ്മൾ ചെയ്യുന്ന വലിയൊരു അബദ്ധമാണിത്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാന പാഠം, കുട്ടികളുടെ പ്രായത്തിനും അവരുടെ ബുദ്ധിവികാസത്തിനും അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാവൂ. രണ്ടാമത്തെ വ്യക്തിയായ ലെവ് വിഗോട്സ്കി പറയുന്നത് ഇതല്ലല്ലോ. അല്ല, വിഗോട്സ്കി ജീവശാസ്ത്രത്തേക്കാൾ ഉപരി സമൂഹത്തിനും സംസ്കാരത്തിനുമാണ് പഠനത്തിൽ പ്രാധാന്യം നൽകിയത്. അദ്ദേഹത്തിന്റെ സോഷ്യോ കൾച്ചറൽ തിയറി. അദ്ദേഹം വിശ്വസിച്ചത് ചുറ്റുപാടിലെ മനുഷ്യരുമായി ഇടപഴകുന്നതിലൂടെയാണ് ഒരു കുട്ടി കാര്യങ്ങൾ പഠിക്കുന്നത് എന്നാണ്. ഇതിൽ പറയുന്നൊരു പ്രധാന ആശയമാണ് സ്കാഫോൾഡിംഗ് അഥവാ പിന്തുണ നൽകൽ. ഈ സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ കെട്ടിടം പണിയുമ്പോൾ ഉപയോഗിക്കുന്ന താങ്ങ് പോലെയാണോ? കൃത്യമായി പറഞ്ഞാലതെ. നമ്മളൊരു കുട്ടിക്ക് സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. ആദ്യം നമ്മൾ സൈക്കിളിന്റെ പുറകിൽ മുറുകെ പിടിക്കും. കുട്ടി ബാലൻസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പിടുത്തം പതുക്കെ അയക്കും. അവസാനം കുട്ടി സ്വന്തമായി ചവിട്ടാൻ തുടങ്ങുമ്പോൾ നമ്മൾ പൂർണ്ണമായും പിന്മാറും. അപ്പോ അതുപോലെ തന്നെയാകണം അധ്യാപകരുമല്ലേ? അതെ, അധ്യാപകൻ വിദ്യാർത്ഥിക്ക് നൽകുന്ന പിന്തുണയും കുട്ടിയുടെ പ്രകടനത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. വിഗോട്സ്കിയുടെ സിദ്ധാന്തങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സ്പീച്ച് എന്ന ആശയമാണ്. ചെറിയ കുട്ടികൾ ഒറ്റയ്ക്ക് കളിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴോ അവർ അവരോട് തന്നെ സംസാരിക്കുന്നത് നമ്മൾ കാണാറില്ലേ? തീർച്ചയായും. ഇനി ഈ ചുവന്ന കട്ട ഇവിടെ വെക്കാം, അയ്യോ അത് വീണുപോയി എന്നൊക്കെ അവർ ഒറ്റയ്ക്ക് പറയും. നമ്മൾ വിചാരിക്കുന്നത് അവർക്ക് ബുദ്ധിമിറക്കാത്തതുകൊണ്ടാണെന്നാണ്. അല്ലെങ്കിൽ അതൊരു ശല്യമായി കണ്ട് നമ്മൾ അവരോട് മിണ്ടാതിരിക്കാൻ പറയും. അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. വിഗോട്സ്കി പറയുന്നത് കുട്ടികൾ അങ്ങനെ സ്വയം സംസാരിക്കുന്നത് അവരുടെ പക്വതയില്ലായ്മ അല്ല എന്നാണ്. പിന്നെയോ? മറിച്ച് സ്വന്തം ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണത്. ഇതിനെ സ്വയം നിയന്ത്രണം അഥവാ സെൽഫ് റെഗുലേഷൻ എന്ന് വിളിക്കുന്നു. മുതിർന്നവരായ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് കുട്ടികൾ ഉച്ചത്തിൽ ചിന്തിക്കുന്നു എന്നു മാത്രം. അപ്പോൾ കുട്ടികൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് കണ്ട് അവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ മിണ്ടാതിരുന്ന് ജോലി ചെയ്യാൻ പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ചിന്താശേഷിയുടെ വികാസത്തെ തടസ്സപ്പെടുത്തുകയാണല്ലേ നമ്മൾ ചെയ്യുന്നത്? അതെ, സംശയമില്ലാതെ പറയാം. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുട്ടികളുടെ കാര്യം വരുമ്പോൾ ഇതൊന്ന് ആലോചിച്ചു നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇനി ഇതിലെ മൂന്നാമത്തെ വ്യക്തിയായ ലോറൻസ് കോൾബർഗിലേക്ക് വന്നാൽ അദ്ദേഹം സംസാരിക്കുന്നത് ധാർമ്മിക വികസനത്തെക്കുറിച്ചാണ്, മോറൽ ഡെവലപ്മെന്റ്. ശസ്തമായ ഉദാഹരണമുണ്ട്. ഹെയ്ൻസ് ഡിലെമ്മ എന്നാണ് അതറിയപ്പെടുന്നത്. അതൊന്നു പറയാമോ? അതായത്, ഒരാളുടെ ഭാര്യ ക്യാൻസർ വന്ന് മരണാസന്നയായി കിടക്കുകയാണ്. അത്ഭുതകരമായ ഒരു മരുന്ന് ഒരു ഫാർമസിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾ അതിന് വലിയ വില ചോദിക്കുന്നു. ഈ ഭർത്താവിന്റെ കയ്യിൽ ഒട്ടും പണമില്ല. അവസാനം ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി അയാൾ ആ ഫാർമസിയിൽ കയറി മരുന്ന് മോഷ്ടിക്കുന്നു. ഈ കഥ പറഞ്ഞിട്ട് നമ്മൾ ഒരു കൊച്ചുകുട്ടിയോട് ചോദിക്കുകയാണ്, അയാൾ മരുന്ന് മോഷ്ടിച്ചത് ശരിയാണോ എന്ന്. അപ്പോൾ കുട്ടി മറുപടി പറയുകയാണ്, പാടില്ല, കാരണം മോഷ്ടിച്ചാൽ പോലീസ് പിടിക്കും, ജയിലിൽ പോകുമെന്ന്. പുറമേ നിന്ന് നോക്കുമ്പോൾ കുട്ടി മോഷ്ടിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞത് നല്ല കാര്യമല്ലേ എന്ന് നമുക്ക് തോന്നുമല്ലേ? എന്നാൽ കോൾബർഗ് പറയുന്നത് ഇത് ധാർമ്മികതയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള നിലപാടാണ് എന്നാണ്. അതെ, ഇതിനെ ശിക്ഷയെ ഭയന്നുള്ള അടിസ്ഥാന നിലപാട് അഥവാ പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ എന്ന് വിളിക്കുന്നു. എന്നുവെച്ചാൽ മനുഷ്യജീവന് വില കൽപ്പിക്കുന്നതിനേക്കാൾ ശിക്ഷ കിട്ടുമെന്ന ഭയമാണ് ഇവിടെ ആ കുട്ടിയെ നയിക്കുന്നത്. മുതിർന്നു വരുമ്പോൾ മാത്രമേ നിയമങ്ങൾക്കപ്പുറം മനുഷ്യജീവനാണ് വില എന്ന തിരിച്ചറിവിലേക്ക് കുട്ടി എത്തുകയുള്ളൂ. അവിടെയാണ് അധ്യാപകരുടെ റോൾ ശരിക്കും പ്രസക്തമാകുന്നതല്ലേ? വെറും ശരിയും തെറ്റും പഠിപ്പിക്കുന്നതിനു പകരം എന്തുകൊണ്ട് അത് ശരിയായി അല്ലെങ്കിൽ തെറ്റായി എന്ന് ചിന്തിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. തീർച്ചയായും. ഈ സിദ്ധാന്തങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ നടക്കേണ്ട വലിയൊരു മാറ്റത്തിലേക്കാണ്. ഈ രേഖകളിലെ അടുത്ത ഭാഗം സംസാരിക്കുന്നത് വിദ്യാഭ്യാസത്തിലെ ഈ പുതിയ മാറ്റത്തെക്കുറിച്ചാണ്. മനുഷ്യന്റെ തലച്ചോറും പഠനവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി.
ഇനി അതിനനുസരിച്ച് നമ്മുടെ ക്ലാസ് റൂമുകൾ മാറേണ്ടതുണ്ട്. അതെ, ദ പാരഡൈം ഷിഫ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പരാജയത്തെ പുനർനിർവചിക്കുന്നു എന്നതാണ്. അതായത്, ഒരു കുട്ടി പരീക്ഷയിൽ പരാജയപ്പെടുന്നു എന്നാൽ അതിനർത്ഥം ആ കുട്ടിക്ക് കഴിവില്ല എന്നല്ല, മറിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം ആ കുട്ടിയെ പഠിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ്. അത് വളരെ ശക്തമായൊരു പ്രസ്താവനയാണ് കേട്ടോ. അതുപോലെ പല കുട്ടികളിലും കാണുന്ന പഠന വൈകല്യങ്ങളെ നാം കാണുന്ന രീതിയും മാറണം. ഇത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വൈകാരിക പ്രശ്നങ്ങളോ കൊണ്ടാകാം. ആശ്രൂമുകളെ ഒരു ഡോക്ടറുടെ ക്ലിനിക്കിനോട് ഉപമിച്ചു നോക്കൂ. നമുക്കൊരു കടുത്ത പനി വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണുന്നു. നല്ലൊരു ഡോക്ടർ പനിയെ വെറുമൊരു അസുഖമായല്ല കാണുന്നത്, മറിച്ച് ശരീരത്തിനുള്ളിൽ എന്തോ അണുബാധയുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു രോഗലക്ഷണം അഥവാ സിംറ്റമാണ്. നല്ലൊരു ചിന്തയാണിത്. അതുപോലെ കണക്കിലോ സയൻസിലോ ഒരു കുട്ടി വരുത്തുന്ന തെറ്റ് എന്നത് ആ വിദ്യാർത്ഥിയുടെ കുറ്റമല്ല, മറിച്ച് കുട്ടിയുടെ ചിന്താരീതി എവിടെയാണ് പിഴച്ചത് എന്ന് കാണിച്ചു തരുന്ന ഒരു ലക്ഷണം മാത്രമാണ്. തെറ്റുകൾ വെറും കുറവുകളല്ല, കുട്ടി എന്താണ് പഠിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സൂചകങ്ങളാണ്. ഡയഗ്നോസ്റ്റിക് ഇൻഡിക്കേറ്റേഴ്സ്. അതെ, നല്ലൊരു ഡോക്ടർ ആ ലക്ഷണം വെച്ച് യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സ നൽകുന്നതുപോലെ നല്ലൊരു അധ്യാപകൻ ആ തെറ്റുവെച്ച് കുട്ടിയുടെ ചിന്തയിലെ പാളിച്ച മനസ്സിലാക്കി ശരിയായ പരിഹാരം കണ്ടെത്തണം. ശരിയാണ്. മറ്റൊരു കാര്യം, ഒരു വിദ്യാർത്ഥിക്ക് ക്ലാസ്സിലിരുന്ന് ബോറടിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കുട്ടിക്ക് പഠിക്കാൻ താൽപ്പര്യമില്ലെന്നല്ല, മറിച്ച് അധ്യാപകന്റെ പഠനരീതി വെറുമൊരു യാന്ത്രികമായ പ്രക്രിയയായി മാറിയെന്നാണ്. അപ്പോൾ പഴയതുപോലെ അധ്യാപകൻ മാത്രം സംസാരിക്കുന്ന രീതിയിൽ നിന്ന് മാറി പുതിയൊരു രീതി വരണം. ഫ്രോണ്ടൽ ഡെലിവറിയിൽ നിന്ന് മാറി. അതെന്താണ്? അതിനെ കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള പഠനം അഥവാ ചൈൽഡ് സെന്റേർഡ് പെഡഗോജി എന്ന് വിളിക്കാം. ഈ സ്രോതസ്സുകളിൽ ഇതിനെ ക്രിട്ടിക്കൽ പെഡഗോജി എന്നാണ് പറയുന്നത്. അതായത്, പഠിതാവിന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾക്കും വികാരങ്ങൾക്കും ക്ലാസ് റൂമിൽ പ്രാധാന്യം നൽകുക, അല്ലേ? അതെ, വെറും പുസ്തകപ്പുഴുക്കളെ സൃഷ്ടിക്കാതെ വിദ്യാർത്ഥിയുടെ ശാരീരിക, മാനസിക, സാമൂഹിക, വൈകാരിക തലങ്ങളെ ഒരുപോലെ വളർത്തുന്ന സമഗ്രമായ വികസനം അഥവാ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആകണം ലക്ഷ്യം. ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. നമ്മുടെ രാജ്യത്ത് 2009 വന്ന RTE നിയമം 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. അതുപോലെ 2016 RPWD നിയമം ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നു. എല്ലാവർക്കും തുല്യ അവകാശമെന്നതാണ് ഇതിന്റെ കാതൽ. തീർച്ചയായും. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന കാര്യം, സമൂഹത്തിലുള്ള ലിംഗവിവേചനം അഥവാ ജെൻഡർ സ്റ്റീരിയോടൈപ്പുകൾ ഇല്ലാതാക്കാൻ അധ്യാപകർക്കുള്ള പങ്കാണ്. അതെ, ആൺകുട്ടികൾക്ക് കണക്കും പെൺകുട്ടികൾക്ക് പാചകവും എന്നൊക്കെയുള്ള പരമ്പരാഗത ചിന്താഗതികൾ അധ്യാപകർ തന്നെ മാറ്റിമറിക്കണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരമ്പരാഗതമല്ലാത്ത റോളുകൾ നൽകി അധ്യാപകർ മാതൃകയാകണം എന്നിതിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ് റൂമും പഠനരീതികളും ഇങ്ങനെയൊക്കെ മാറുമ്പോൾ നമ്മൾ കുട്ടികളെ പരീക്ഷിക്കുന്ന രീതിയും മാറണ്ടേ? നമ്മുടെ ഈ സ്രോതസ്സുകളുടെ അവസാന ഭാഗം മൂല്യനിർണ്ണയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവാലുവേഷൻ. വർഷാവസാനം നടക്കുന്ന ഒറ്റ പരീക്ഷയെ പേടിച്ചു പഠിക്കുന്നതിന് പകരം പുതിയൊരു സംവിധാനത്തെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ടല്ലോ. അതിനെ നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം അഥവാ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നാണ് വിളിക്കുന്നത്. CCE. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ CCE. അതെ, കുട്ടികളെ ഭയപ്പെടുത്തുന്ന ഒറ്റ പരീക്ഷയ്ക്ക് പകരം വർഷം മുഴുവൻ അവരുടെ പഠനത്തെ നിരീക്ഷിക്കാനും രേഖപ്പെടുത്താനും അതിൽ നിന്ന് നിരന്തരം മാറ്റങ്ങൾ വരുത്തി മെച്ചപ്പെടുത്താനുമുള്ളൊരു സംവിധാനമാണിത്. മാർക്കിനേക്കാൾ പ്രാധാന്യം കുട്ടി എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നതിനാണ് ഇവിടെ നൽകുന്നത്. ഈ അവസാന ഭാഗത്ത് എനിക്ക് വളരെ ആകർഷകമായി തോന്നിയ 2 സാങ്കേതിക പദങ്ങളുണ്ട് കേട്ടോ. ഒന്ന് മെറ്റാകോഗ്നിഷൻ, മറ്റൊന്ന് റിഫ്ലക്റ്റീവ് തിങ്കിങ്. ഇത് പലർക്കും പുതിയതായിരിക്കും. ഇതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ, വളരെ ലളിതമായി പറഞ്ഞാൽ, ചിന്തയെക്കുറിച്ചുള്ള ചിന്തയാണ്. സ്വന്തം ചിന്താശേഷിയെക്കുറിച്ചുള്ള അവബോധം. ഞാൻ എന്തു പഠിച്ചു എന്നതിനേക്കാൾ ഞാനതെങ്ങനെയാണ് പഠിച്ചെടുത്തത് എന്ന് ഒരു വിദ്യാർത്ഥി സ്വയം തിരിച്ചറിയുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഓഹോ, അപ്പോൾ റിഫ്ലക്റ്റീവ് തിങ്കിങ്ങോ? രണ്ടാമത്തേത് റിഫ്ലക്റ്റീവ് തിങ്കിങ് അഥവാ പ്രതിഫലനാത്മക ചിന്ത. നമ്മുടെ മുൻകാല അനുഭവങ്ങളിലൂടെ പുതിയ വിവരങ്ങളെ അരിച്ചെടുത്ത് വിലയിരുത്തുന്ന പ്രക്രിയയാണിത്.
ഇന്നലെ ചെയ്ത ഒരു തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇന്ന് പുതിയൊരു കാര്യം കൂടുതൽ മികച്ചതായി ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ചിന്താരീതിയുടെ ഭാഗമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു അധ്യാപകന്റെ ജോലി എത്രമാത്രം സങ്കീർണമായിരിക്കുന്നുവെന്ന് നമ്മൾ ചിന്തിച്ചു പോകുമല്ലേ? അതെ, ഒത്തിരി മാറിയിട്ടുണ്ട് കാര്യങ്ങള്. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് അധ്യാപകരുടെ റോളുകൾ ഇപ്പോൾ 3ആയി തരംതിരിക്കാം എന്ന് ഈ രേഖകൾ പറയുന്നു. ഒന്ന്, മാതൃകയാകുന്നവൻ അഥവാ മോഡലർ. അതായത് കുട്ടികളിൽ നിന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ പെരുമാറ്റം അധ്യാപകൻ ആദ്യം കാണിച്ചു കൊടുക്കണം. നമ്മളെപ്പോഴും സമയനിഷ്ഠ പാലിച്ചാൽ മാത്രമേ കുട്ടികളോടത് ആവശ്യപ്പെടാൻ കഴിയൂ. രണ്ടാമത്തെ റോൾ എന്താണ്? 2, പൊരുത്തപ്പെടുന്നവൻ അഥവാ അഡാപ്റ്റർ. ഓരോ വിദ്യാർത്ഥിക്കും അവരുടേതായ ബുദ്ധിനിലവാരവും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള വേഗതയും ഉണ്ടായിരിക്കും. ഇതറിഞ്ഞ് ഓരോ കുട്ടിക്കും അനുസരിച്ച് സ്വന്തം പഠനരീതി മാറ്റാൻ അധ്യാപകന് കഴിയണം. മൂന്നാമത്തെ റോൾ സഹായിക്കുന്നവൻ അഥവാ ഫെസിലിറ്റേറ്റർ. വിദ്യാർത്ഥികൾക്ക് ഒരു ചോദ്യത്തിന്റെ ഉത്തരം വെറുതെ ബോർഡിൽ എഴുതി കൊടുക്കുന്നതിനു പകരം അവരെക്കൊണ്ട് സ്വയം ഉത്തരം കണ്ടെത്തിക്കാൻ സഹായിക്കുന്ന ഒരു വഴികാട്ടിയാകണം അധ്യാപകൻ. ഒപ്പം കുട്ടികളുടെ പല ഇന്ദ്രിയങ്ങളെ, അതായത് കാഴ്ച, കേൾവി, സ്പർശനം എന്നിവയെ ഒരേ സമയം ഉണർത്തുന്ന മൾട്ടി സെൻസറി അപ്രോച്ച് കൂടി ഉപയോഗിക്കുമ്പോൾ പഠനം പൂർണ്ണമാകുന്നു എന്നുകൂടി ഇതിൽ പറയുന്നു. വെറുതെ ക്ലാസ്സിൽ വന്ന് പുസ്തകം തുറന്ന് പാഠങ്ങൾ വായിച്ചു പോകുന്ന പഴയ രീതിയിൽ നിന്ന് മാറി ഓരോ കുട്ടിയുടെയും മാനസികാവസ്ഥ മനസ്സിലാക്കി അവരുടെ വ്യക്തിത്വത്തെ ആദരിച്ച് അവർക്ക് വഴികാട്ടിയാകുക എന്നത് എത്ര സങ്കീർണവും എന്നാൽ വളരെ മനോഹരവുമായൊരു പ്രക്രിയയാണ്. നിസ്സംശയം പറയാം. ഈ സ്രോതസ്സുകളിൽ നിന്നും നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വിവരങ്ങളെല്ലാം കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, പഠനം എന്നത് വെറും ഒരു ഒഴിഞ്ഞ പാത്രത്തിൽ വെള്ളം നിറയ്ക്കുന്ന പ്രക്രിയയല്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അതെ. മറിച്ച് പാരമ്പര്യം, ജീവശാസ്ത്രം, സാമൂഹിക ചുറ്റുപാട്, വ്യക്തിത്വം എന്നിങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ ഒത്തുചേരുന്ന ഒരു വലിയ വാസ്തുവിദ്യയാണത്. ഗാർഡനറും വിഗോട്സ്കിയും പിയാഷയും ഒക്കെ കാണിച്ചു തന്നത് മനുഷ്യന്റെ ബുദ്ധിശക്തിയുടെയും ചിന്തയുടെയും അനന്തമായ സാധ്യതകളെയാണ്. ഒരു കുട്ടിയുടെ ബുദ്ധിശക്തി കേവലം മാർക്കുകളിൽ അളക്കുന്ന രീതികൾ മുതൽ അധ്യാപകന്റെ റോളുകൾ വരെ ഇന്ന് ശാസ്ത്രീയമായി പൂർണ്ണമായും മാറിയിരിക്കുന്നു എന്ന് ഈ പഠനരേഖകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് തന്നെ തിരികെ വരാം. ഈ രേഖകളിൽ നമ്മൾ കണ്ട ഏറ്റവും ശക്തമായ ആശയങ്ങളിലൊന്ന് നമ്മൾ അവസാനം സംസാരിച്ച മെറ്റാകോഗ്നിഷൻ, അഥവാ നാം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് സ്വയം തിരിച്ചറിയാനുള്ള കഴിവാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ ആധുനിക പഠനരീതികൾ വെറുതെ ക്ലാസ് മുറികൾക്ക് മാത്രം ബാധകമായ ഒന്നാണെന്ന് കരുതരുത്. ഒരു മുതിർന്ന വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്കും ഇത് ബാധകമല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. തീർച്ചയായും ചിന്തിക്കേണ്ട ഒന്നാണ്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ പുതിയൊരു ജോലിസ്ഥലത്ത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വരുത്തുന്ന തെറ്റുകളെ ഒരു പരാജയമായി കണ്ട് നിരാശപ്പെടാതെ പുരോഗതിക്കായുള്ളൊരു ചൂണ്ടുവലകയായി കാണാൻ നിങ്ങൾക്ക് സാധിക്കുമോ? കുട്ടികളുടെ തെറ്റുകളെ അധ്യാപകരൊരു ഡയഗ്നോസ്റ്റിക് ടൂളായി കാണണം എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്വന്തം തെറ്റുകളെ സ്വയം വിലയിരുത്താനുള്ള ഒരു ടൂളായി നിങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞാൽ അതൊരു വലിയ വിജയമായിരിക്കും. ആ ഒരു മാറ്റം നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും കരിയറിലും എത്രത്തോളം വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ വിശകലനത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിന് നന്ദി. ഈ ചിന്തകളുമായി ഇന്നത്തെ നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണാം.